ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനമുയരാതെ പൊന്നാനി. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് പൊന്നാനിയിൽ. 1.5 മാസം നീണ്ടുനിന്ന പ്രചാരണത്തിനൊടുവിൽ 18ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആവേശപൂർവ്വമാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വോട്ടർമാരെത്തിയത്. രാവിലെ മുതൽ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൊന്നാനിയിൽ മോക്ക് പോളിംഗിനിടെ വൈദ്യുതി നിലച്ചത് പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്തു. എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നു. ചങ്ങരകുളം, പന്താവൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ കറുകത്തിരുത്തി, നിബ്രാസുൽ ഇസ്ലാം മദ്രസ, തൃത്താല, മാണൂർ എന്നിവിടങ്ങളിൽ പോളിംഗ് യന്ത്രം പണിമുടക്കിയതോടെ വോട്ടർമാർ ഏറെ നേരം ക്യൂവിൽ നിന്ന് വലഞ്ഞു. പിന്നീട് യന്ത്രം മാറ്റി സ്ഥാപിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രവുമായി എത്തുകയും വോട്ടിംഗ് പുനരാരംഭിക്കുകയുമായിരുന്നു. സമാധാനപരമായാണ് എല്ലായിടത്തും വോട്ടിംഗ് നടന്നത്. എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയായതിനാൽ രാവിലെ 11 മണി മുതൽ തന്നെ തിരക്ക് കുറഞ്ഞെങ്കിലും വൈകുന്നേരം തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ വനിതകളുടെയും മുതിർന്നവരുടെയും നീണ്ട നിരയാണ് ദൃശ്യമായത്. എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനവുമാണ് ഉണ്ടായിരുന്നത്. പ്രമുഖരായ വോട്ടർമാരെല്ലാം പലയിടങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തി. മെട്രോമാൻ ഇ ശ്രീധരൻ, പി നന്ദകുമാർ MLA, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. കനത്ത വെയിലിൽ ക്യൂ നിന്ന് പലരും തളർന്നു വീഴുകയും ചെയ്തു. മണിക്കൂറുകളോളം വെയിൽ കൊണ്ട് ക്യൂ നിന്നതിനാലാണ് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഏത് മുന്നണിക്ക് ഭീഷണിയാകുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ കക്ഷികൾ. എന്തായാലും പൊന്നാനി മണ്ഡലത്തിൽ മികച്ച രീതിയിലുള്ള പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്നതെന്നാണ് പൊതു വിലയിരുത്തൽ. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. Kerala Golden Diamonds, the family jeweler, Main Road, Vadakekad.